ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു പ്രോഗ്രാമിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പുട്ടും പാട്ടും കൂടെ കട്ടനും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ എന്താ പറയുക, നെഞ്ചിലേറ്റിയ വാക്കുകളാണല്ലേ. പുട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു വികാരമാണ്. അതുപോലെ കട്ടൻ ഇല്ലാത്തൊരു അവസരം പോലും ഇല്ലല്ലേ. നമ്മളൊന്ന് ക്ഷീണിക്കുമ്പോൾ, നമുക്കൊരു സങ്കടം വരുമ്പോൾ, ഏതൊരു അവസരത്തിലാണെങ്കിലും നമ്മുടെ കൂടെ ഒരു കട്ടൻ ഉണ്ടാവും അല്ലേ. നമ്മളിങ്ങനെ കട്ടനൊക്കെ കുടിച്ചിട്ട് ഏകാന്തതയിൽ ഓർമ്മകളൊക്കെ ആയിട്ട് പാട്ടുകളൊക്കെ പാടി അല്ലെങ്കിൽ പാട്ടുകളൊക്കെ കേട്ടിരിക്കുക എന്ന് പറയുന്നതൊരു എന്താ പറയുക, നല്ലൊരു ഫീലാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജയ് ഹിന്ദിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനൊരു പ്രോഗ്രാം ഒരുക്കുന്നത്. പ്രേക്ഷകർക്കും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും അല്ലേ ഇതൊക്കെ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ട് എന്താ നല്ല നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടും കേട്ടോ. കുഞ്ഞു ചോദ്യങ്ങളാണ് ചോദിക്കണേ. അതിനേക്കാളും വലിയൊരു കാര്യം എന്താ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഞങ്ങൾ പാടിത്തരും. ഇന്ന് എന്നോടൊപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ കീബോർഡിൽ നമ്മളൊക്കെ ഒരുപാട് സ്റ്റേജുകളിലൂടെ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കലാകാരനുണ്ട്, റെജി. നമുക്ക് തുടങ്ങിയാലോ? ഞാൻ വിചാരിക്കുന്നു മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയുണ്ട്, നമ്മളെയൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു ഗായിക. ഹേറ്റേഴ്സ് ഇല്ലാത്ത ഗായിക എന്ന് പറയും. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാന്ന് അല്ലേ. എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ കാണുന്ന ചിത്ര ചേച്ചി, KS ചിത്ര. അപ്പം ചിത്ര ചേച്ചി പാടിയ ഒരു മനോഹര ഗാനം പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഇപ്പം കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോടപ്പൂവീനെ വന്നു ചിരി തൂകി നിന്നു. വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. പിന്നെ ഞാൻ പാടിയൊരീണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു. പിന്നെ ഞാൻ പാടിയൊരീണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു. അന്തിമയങ്ങിയ നേരത്തു നീയൊന്നും മിണ്ടാതെ മിണ്ടാതെ പോയി. എൻ്റെ നെഞ്ചിലെ മൈനയും തേങ്ങി. ഓ നെഞ്ചിലെ മൈനയും തേങ്ങി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി
ഹലോ 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 നമസ്കാരം. നമസ്കാരം. പുട്ടും പാട്ടും ഒപ്പം. ഹലോ, കേക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ പേരറിയാലോ, പുട്ടും പാട്ടും കൂടെ കട്ടനും. കട്ടൻ. പുട്ട് ഇഷ്ടല്ലേ? ഓ, പുട്ട് ഇഷ്ടാണ്. കട്ടൻ ഇഷ്ടാണോ? കട്ടൻ ഇഷ്ടാണ്. പാട്ട് എന്തായാലും ഇഷ്ടാവും അല്ലേ? അതെ, പാട്ട് എന്തായാലും ഇഷ്ടാവും. ഓക്കെ, പിന്നെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിച്ചാൽ അതിന് കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ നല്ല ഗിഫ്റ്റ് കിട്ടും കേട്ടോ. നോക്കാം, ട്രൈ ചെയ്യാം. അപ്പൊ എന്തായാലും ഈ കുട്ടിയുടെ പേര് പറഞ്ഞേ. പേര് സബീന എന്നാണ്, പാലക്കാട് സബീന. ഹൗസ് വൈഫാണ്. ഓ, അത് ശരി. അപ്പൊ എന്തായാലും വിളിച്ചതിന് ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ കോളാണേ. അപ്പൊ എന്തായാലും വിഷമിപ്പിക്കുന്നില്ല. പാട്ട് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചി പാടിയ പാട്ടാണേ. ഇല്ലേ? പാട്ട് ഇഷ്ടല്ലേ? ഈ പാട്ട് ഇഷ്ടല്ലേ? ഓക്കെ, അപ്പൊ ഈ പാട്ടിൽ നിന്നുള്ളൊരു ചോദ്യം തന്നെ ആദ്യം ചോദിക്കാം. ഓക്കെ, ഈ പാട്ടിന്റെ സംഗീത സംവിധായകൻ ആരാന്നറിയാമോ? അറിയാമോ? അറിയില്ല മാഡം. ഓയ്യോടാ, ഈ പാട്ട് പാടിയത് ചിത്ര ചേച്ചിയാണ്. ഈ മൂവിത്തെ പാട്ടല്ലേ? അയ്യോടാ, അല്ല. അയ്യോടാ, ഇത് ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയ ഒരു സിനിമയാണ്. അതുപോലെ ഇതില് അഭിനയിച്ച ആൾക്കും പാടിയ ആൾക്കും ഒക്കെ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അറിയില്ല അല്ലേ? അത് ലിറിക് എഴുതിയതാണ്. ലിറിക്സിസ്റ്റ് ആണ് ONV കുറുപ്പ്. അപ്പൊ ഇനി വിഷമിപ്പിക്കുന്നില്ല, സംഗീത സംവിധായകൻ ബോംബെ രവി. ഓക്കെ, എനിവേ വീണ്ടും വിളിക്കൂ കേട്ടോ. സമ്മാനങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്, ഇനിയും വിളിക്കണം. ഓക്കെ, ബൈ. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. പയ്യന്നൂരിന്നാണ്. പേര് പറയാമോ? എന്റെ പേര് മോഹൻ. മോഹൻ, അപ്പൊ സന്തോഷം കേട്ടോ, ഞങ്ങളുടെ പുട്ടും പാട്ടും കുടക്കട്ടനും എന്ന പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ അല്ലേ? പറയാൻ എളുപ്പമാണോ ഈ ടൈറ്റില്? ഒന്നും അറിയില്ല, എന്താണ് പുട്ടിഷ്ടാണല്ലോ അല്ലേ? നമ്മുടെ മലയാളികളോട് എന്ത് ചോദ്യമാണ്? പുട്ടും കട്ടനും പാട്ടും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇല്ലാതെ ഒരു ദിവസം ഇല്ല അല്ലേ? ഇല്ല ഇല്ല, പുട്ട് അധികം ഞാൻ പുട്ട് തന്നെ കഴിക്കുക. അധികം പുട്ട് തന്നെ ഉണ്ടാക്കുക ഇവിടെ. ആണോ? അത് ശരി. അപ്പൊ അതെല്ലാം കേട്ടപ്പോ ഓ, ടൈറ്റിൽ ഇഷ്ടപ്പെട്ടോ? ടൈറ്റിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ പ്രോഗ്രാം കണ്ടിട്ടില്ല, അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. അപ്പൊ ഈ പാട്ടുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ആ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിറയെ സമ്മാനങ്ങളും കിട്ടും. ജനറൽ നോളജ് അല്ല, പാട്ടുകൾ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളിൽ നിന്നുള്ള കൊച്ചു ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി ചുറ്റി, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി. സോങ് കേട്ടോ? ഇഷ്ടമുള്ള സോങ് അല്ലേ? ഇതാരാ പാടിയെന്നറിയാലോ? അറിയാം, ചിത്രമ്മ. അതെ, ചിത്ര ചേച്ചി പാടി ഈ മനോഹര ഗാനത്തിന് ചിത്ര ചേച്ചിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈ സിനിമ ഏതാണെന്നറിയല്ലോ? അതും അറിയാം. ശരി, ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട റോള് ഒരു പ്രമുഖ ഗായകൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഗായകൻ അഭിനയിച്ചിട്ടുണ്ട്. ആ ഗായകന്റെ പേര് പറയാമോ? ഓ, ജയചന്ദ്രൻ. ഗ്രേറ്റ്.
അപ്പൊ എനിവേ ഒരുപാട് സന്തോഷം കേട്ടോ, ഉത്തരം പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു ഗിഫ്റ്റ് കാത്തിരിപ്പുണ്ട്. അപ്പൊ വീണ്ടും വിളിക്കൂ കേട്ടോ, നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. ഓ സൂപ്പർ, വെരി ഗുഡ്, താങ്ക് യു. ബൈ ബൈ. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. പേര് പറയാമോ? എൻ്റെ പേര് ബിജു. ബിജു. അപ്പം ബിജുവിന് പുട്ടും പാട്ടും കൂടെ കട്ടണം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ശരി, എന്താ ഒരു ഉഷാറില്ലാത്ത? ഉഷാറുണ്ട്, പറഞ്ഞോളൂ. ഉഷാറുണ്ടല്ലേ? അപ്പം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നല്ല സമ്മാനം കിട്ടും. ഓക്കെ, അപ്പൊ പാട്ട് ഇഷ്ടമല്ലേ? ഞാന് ഫ്ലവേഴ്സ്, അമൃത, മഴവിൽ മനോരമയിലൊക്കെ പാടുന്ന ആളാ, ഫീമെയിൽ വോയിസില്. ഓ അത് ശരി. അപ്പൊ ഒരു പാട്ട് പാടാമോ? ഏത് പാട്ടാ വേണ്ടേ? ഇഷ്ടമുള്ള പാട്ട് പാടിക്കാം. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം തീരെ വർണ്ണങ്ങളായി കതിർമാല കൈകൾ നീട്ടി തൊന്നത്തേരെ തങ്കത്തിങ്കൾ ദൂരെയാകാശ നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം ആ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞങ്ങൾ എന്തായാലും ഗസ്റ്റ് ആയിട്ട് ഇങ്ങ് കൊണ്ടുവരും കേട്ടോ. ഓക്കെ, കൊണ്ടുപോരെ. ശരി, അപ്പം ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടല്ലേ? അതെ. അപ്പോ ഈ പാട്ടിൽ അഭിനയിച്ച നടിയുടെ പേരറിയാലോ? മോനിഷ. മോനിഷ. മോനിഷയ്ക്ക് ഇതില് ലഭിച്ച അവാർഡിന്റെ പേര് പറയാമോ? ചെറിയ ചോദ്യമല്ലേ, പറഞ്ഞോ. മോനിഷയ്ക്ക് ലഭിച്ച അവാർഡിന്റെ പേര് ഉർവശി അവാർഡ് അല്ലേ? യെസ്. ഇതിൽ കൂടുതൽ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ഇല്ലല്ലേ? ശരി, അപ്പോ എന്തായാലും ഈ ഇതിൽ പങ്കെടുത്തതും പിന്നെന്താണ് ഗിഫ്റ്റ് കിട്ടി. ഇപ്പൊ ഇതിലെല്ലാം കൺഗ്രാറ്റ്സ് കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കണേ, നമുക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോണ്ടേ? ഇനി നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പഴയ ഗാനമാണ് പി ലീല പാടിയ ഉജ്ജയിനിയിലെ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഋതുദേവതയായി നൃത്തം വച്ചു, മുനികന്യകയായി പൂജിച്ചു, ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു അവൾ സ്വയംവര പന്തലിലൊരുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാള
പ്രതിമയിൽ മാലയിട്ടു. യുഗകൽപ്പനയുടെ കല്ലിനു പോലും യുവഗായികയുടെ ദാഹങ്ങൾ. ഒരു പുനർജന്മത്തിൽ ചിറകു നൽകി അവർ സ്വയം മറന്നങ്ങനെ പറന്നുയർന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. കൽപ്രതിമയിൽ മാലയിട്ടു. കൽപ്രതിമയിൽ മാലയിട്ടു. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം. പുട്ടും പാട്ടും പിന്നെ കട്ടനും പ്രോഗ്രാമാണോ? പിന്നെ കട്ടനല്ല, കൂടെ കട്ടനും. കൂടെ കട്ടനും, അതെ. ഞാൻ ടിവിയിൽ കണ്ടിട്ട് വിളിക്കുവാണ്. ആണോ? അതെ. പേര് പറയാമോ? പേര് സഞ്ജു. മഞ്ജു? സഞ്ജു സഞ്ജു സഞ്ജു. ഓക്കെ. എറണാകുളം കളമശ്ശേരിയാണ് വീട്. ഓ, അത് ശരി. എന്ത് ചെയ്യുന്നു? ഞാൻ ക്രിക്കറ്ററാണ്. അത് ശരി. അപ്പൊ സഞ്ജു, യെസ്. ഏറ്റവും ഇഷ്ടമുള്ള ക്രിക്കറ്റർ ആരാണ്? രോഹിത് ശർമ്മ. ഓഹോ. അപ്പൊ ഇതിന്റെ മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ടോ? ഞാൻ ഡിസ്ട്രിക്ട് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പൊ അതെ. പാട്ടുകൾ ഇഷ്ടമാണോ? അതൊക്കെ ഇരിക്കട്ടെ, സ്പോർട്സ് ഇഷ്ടമായ സ്ഥിതിക്ക് പാട്ടുകൾ ഇഷ്ടമാണോ? പാട്ട് ഒരുപാട് ഇഷ്ടമുണ്ട്, പക്ഷെ പാടാൻ അറിയില്ല. പാടാൻ അറിയില്ല, സാരമില്ല, പാട്ട് കേൾക്കുമല്ലോ അല്ലേ? കേൾക്കും. ശരി. അപ്പോൾ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകൾ പാടി ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം ആ പാട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? പാട്ട് കേട്ടിട്ടുണ്ട്. പാട്ട് കേട്ടിട്ടുണ്ട്. ശരി. അപ്പൊ ഒരു ചെറിയ ചോദ്യമാണ്, ഈ പാട്ട് ആരാ പാടിയെന്നറിയാമോ? ചിത്ര ചേച്ചിയാണോ? അയ്യോ, ചിത്ര ചേച്ചിയൊക്കെ പാടുന്നതിന് മുമ്പുള്ള ഒരുപാട് പഴയ പാട്ടാണ് കേട്ടോ. 60കളിൽ ഇറങ്ങിയ സിനിമയാണ്. അപ്പം ജനിച്ചിട്ടുണ്ടാവില്ല. ഇല്ല ഇല്ല, ഞാൻ 97 ആണ്. എന്നാലും കേട്ടിട്ടില്ലേ ഈ പാട്ട്? ഭയങ്കര പ്രശസ്തമായ പാട്ടാണ്. പാട്ട് കേട്ടിട്ടുണ്ട്, ആരെ പാടിയെന്ന് അറിയില്ല. അറിയില്ലല്ലേ? ഇല്ല. അപ്പം പറഞ്ഞു തരട്ടെ. പി ലീല ആദ്യകാല ഗായികമാരിൽ പ്രമുഖയായ ഗായികയാണ് പി ലീല. അപ്പൊ പി ലീലയൊന്നും മറക്കരുത്, നമ്മുടെ മലയാളികളായിട്ടിരിക്കുന്നു. അപ്പോ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ഗായികയാണ്, ആ പേരാണ് പി ലീല കേട്ടോ. ഓക്കെ. അപ്പം പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനിയും വിളിക്കും, ഞാൻ പുതിയ സിനിമയിലെ ചോദ്യമൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു. ബൈ. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. പുട്ടും പാട്ടും കൂടെ കട്ടനിലേക്ക് സ്വാഗതം. താങ്ക് യു. പേര് പറയാമോ? എന്റെ പേര് സുശാന്ത്. എവിടെ നിന്നാ വിളിക്കണേ? കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് നിന്ന്. പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടല്ലേ? പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. ജേട്ടനാണ് ഇഷ്ടതാരം. ആണോ? അപ്പോ കൂടുതൽ കേൾക്കുന്നത് ചേട്ടന്റെ പാട്ടുകളാണോ? ദാസന്റെ പാട്ടും കേട്ടും ചേട്ടന്റെ പാട്ടും. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ഏറ്റവും ഇഷ്ടം മലർവാഴ കുമ്പത്ത് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, മോഹൻലാലിന്റെ പാട്ട്. അതല്ലേ? നല്ല മെലഡിയാണ് കേട്ടോ. പഴയ പാട്ടുകളും കേൾക്കൂലേ? പഴയ പാട്ടുകളും കേൾക്കും. അപ്പൊ ഞാനിവിടെ തയ്യാറാക്കി വച്ചേക്കുന്ന ഒരു പഴയ പാട്ടിലെ ചോദ്യമാണ് കേട്ടോ. ആയിക്കോട്ടെ, പറ്റുന്നതാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ കോട്ടെ. എനിവേ, വിളിച്ചതിൽ സന്തോഷം കേട്ടോ. അപ്പൊ ആ സന്തോഷത്തോടുകൂടി ഈ ചോദ്യം അങ്ങ് കേട്ടോ.
ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക. ഈ പാട്ട് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലേ? ഉം. അപ്പൊ ഈ സീൻ കണ്ടിട്ടുണ്ടോ? ഈ പാട്ടിന്റെ സീൻ? സീന് ഓർമ്മ വരുന്നില്ല. അയ്യോ, ഞാനിങ്ങനെ തയ്യാറാക്കി വെച്ചതേ ആ സീനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. പോട്ടെ, സാരയില്ല. ഈ പാട്ട് ആരാ കമ്പോസ് ചെയ്തെന്നറിയാമോ? മ്യൂസിക് ഡയറക്ടർ ആരാന്നറിയാമോ? വളരെ പ്രശസ്തനാണ്. സംശയമൊന്നും ഇല്ലാതെ പറയാവേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. എം ജി ശ്രീകുമാറിന്റെ തിയേറ്ററാണോ? എം ജി രാധാകൃഷ്ണൻ. അതിനൊക്കെ പുറകോട്ട് പോട്ടെ. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. ബോംബെ രവി അങ്ങനെ. ഇനിയും പുറകോട്ട് പോട്ടെ. പണ്ടത്തെ പാട്ടാണ്, 60കളിലെ സോങ് ആണ്. അപ്പൊ ആ സിനിമയാണ്. അത്രയും പഴയ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത സംഗീത സംവിധായകരെന്ന് ഓർത്തെ, അതിലൊരു പ്രമുഖനാണ്. അറിയില്ല? അയ്യോ, നമ്മൾ മറക്കാൻ പാടില്ലാത്ത പേരാണ്. ദേവരാജൻ മാസ്റ്റർ ആണ് ഈ പാട്ട് ട്യൂൺ ചെയ്തത് കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കൂ കേട്ടോ. ഇനിയിപ്പം കുറച്ച് പുതിയ സിനിമകളും പാട്ടുകളും ഒക്കെ ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അങ്ങനെ പുട്ടും പാട്ടും കൂടെ കട്ടിനും എന്ന ഞങ്ങളുടെ പരിപാടിയിൽ ഒരുപാട് പേര് പങ്കെടുത്തു കേട്ടോ. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇതുപോലെ ഞങ്ങളുടെ ആ സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചില ആളുകൾ ഉത്തരം പറഞ്ഞിട്ടില്ല, എന്നാലും സങ്കടം വേണ്ട കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡിലൊക്കെ നിങ്ങൾ വിളിക്കൂ, സമ്മാനങ്ങൾ നിങ്ങൾക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ വൈൻഡപ്പ് സോങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിനി പാടാൻ പോണ പാട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് പക്ഷേ അടുത്ത എപ്പിസോഡിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു ഗാനമാണ് വൈൻഡപ്പ് സോങ് ആയിട്ട് ഞാൻ പാടുന്നത്. ഓക്കെ. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ താരം വാൽക്കണ്ണാടി നോക്കി. മഞ്ഞടിഞ്ഞ മലരിൽ നിലവുകൾ മഞ്ഞളാടി വന്നതാൾ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ താരം വാൽക്കണ്ണാടി നോക്കി. പുട്ടും പാട്ടും കൂടെ കട്ടിനും എന്ന ജയ്ഹിന്ദിൻ്റെ പുതിയ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഇനിയും വിളിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല പാട്ടുകളും കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. നന്ദി, നമസ്കാരം.